നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്ന് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഇനിയുള്ള ക്ലാസ്സുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുതേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ തെരഞ്ഞെടുത്ത് തരുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സ് 2022-23 ആണ് എടുത്തു പോകുന്നത്. അപ്പൊ ഞാനിത് എല്ലാം കൂടെ ഇട്ടേക്കുന്ന പ്ലേലിസ്റ്റ് കറണ്ട് അഫയേഴ്സ് 2022 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് ഇട്ടേക്കുന്നത്. ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സുകളും ആ ഒരു പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമേ. ക്ലാസ്സിലോട്ട് പോയാലോ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ, അത് മറക്കരുത്. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ഇന്നത്തെ ആദ്യത്തെ പോയിന്റ് സർവേ പപ്പുവിനെ പറ്റിയാണ്. ആരാണ് ഈ സർവേ പപ്പു? അതൊരു കുട്ടിയാനയാ. നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ ഭൂസർവേയുടെ ഭാഗ്യചിഹ്നം മാസ്കോട്ടാണ് സർവേ പപ്പു. അപ്പൊ സർവേ പപ്പു എന്നത് കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ ഭൂസർവേയുടെ ഭാഗ്യചിഹ്നമാണ് പപ്പു എന്ന കുട്ടിയാന. അപ്പോ ഭൂമി സംബന്ധിച്ച രേഖകളുടെ ആധുനികവൽക്കരണം ലക്ഷ്യമിട്ട് നടത്തുന്ന ഡിജിറ്റൽ ഭൂസർവേ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് സർവേ പപ്പു എന്ന കുട്ടിയാനെ രംഗത്തിറക്കിയാണ് പ്രചരണ പരിപാടികളൊക്കെ നടത്തിയത്. ഇപ്പം സർവേ പപ്പു എന്ന് കേട്ട ഓർത്തോണം, ഡിജിറ്റൽ ഭൂസർവേയുടെ ഭാഗ്യചിഹ്നമായ കുട്ടിയാനയാണ് പപ്പു. ഓക്കെ, അടുത്തതൊരു ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ദോസ്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ദോസ്ത്. തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യം. അപ്പൊ തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഏത്? ഓപ്പറേഷൻ ദോസ്ത്. ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ സർവേ പപ്പു ആരാണ്? ഡിജിറ്റൽ ഭൂസർവേയുടെ ഭാഗ്യചിഹ്നമാണ് സർവേ പപ്പു. പിന്നെ ഓപ്പറേഷൻ ദോസ്തോ? തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളുടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്ത്. അടുത്തത് നീൽ മോഹൻ. നീൽ മോഹൻ ഒരു ഇന്ത്യൻ വംശജനാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പഠിക്കേണ്ടി വന്നത്? യൂട്യൂബിന്റെ മേധാവിയായ, യൂട്യൂബിന്റെ CEO ആയിട്ട് നിയോഗിക്കപ്പെട്ട നീൽ മോഹൻ ഒരു ഇന്ത്യൻ വംശജനാണ്. അപ്പൊ യൂട്യൂബിന്റെ മേധാവിയായി നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? നീൽ മോഹൻ. നീൽ മോഹൻ ആണ് ഇപ്പോൾ കറണ്ട് CEO ഓഫ് യൂട്യൂബ്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അപ്പൊ അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് രാജിവെക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായിട്ട് അദ്ദേഹത്തിന്റെ പകരക്കാരനായിട്ട് നിയമിതനായത് ആരാണ്? സയ്യിദ് അക്തർ മിർസ. സയ്യിദ് അക്തർ മിർസ എന്ന പ്രമുഖനായ ഹിന്ദി സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഇപ്പോ നിലവിൽ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ. അപ്പൊ ആരുടെ പകരക്കാരനായിട്ടാണ് ഇദ്ദേഹം നിയമിതനായത്? അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു ചെയർമാൻ. ഇപ്പോ സയ്യിദ് അക്തർ മിർസയാണ് ചെയർമാൻ. കോട്ടയത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ 2023 ജനുവരിയിൽ രാജിവെച്ച KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടർ ആരാണ്? ശങ്കർ മോഹനാണ്. ശങ്കർ മോഹൻ രാജിവെച്ചു. കൂടാതെ അതിന്റെ ചെയർമാനായ ആരും രാജിവെച്ചായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണനും രാജിവെച്ചായിരുന്നു. അപ്പൊ രാജിവെച്ച ഡയറക്ടറിന്റെ പേരെന്തുവാ? ശങ്കർ മോഹൻ. ചെയർമാൻ ആരായിരുന്നു? അടൂർ ഗോപാലകൃഷ്ണൻ. ഇപ്പോ പുതിയതായിട്ട് നിയമിതനായ ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. ഈ സയ്യിദ് അക്തർ മിർസയായിരുന്നു നമ്മുടെ 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇല്ലേ 2022, അതില് ജൂറി അധ്യക്ഷനായിരുന്നത് ഇദ്ദേഹമാണ്. സയ്യിദ് അക്തർ മിർസയാണ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയില്ലേ?
അടുത്ത പോയിന്റ്, ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2023 ദുൽഖർ സൽമാന് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോളിലുള്ള നായക കഥാപാത്രത്തെ ഇദ്ദേഹം ചുപ് ദ റിവെഞ്ച് ഓഫ് ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നു. ആ ഒരു ചിത്രത്തിനാണ് ഇദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോളിനുള്ള പുരസ്കാരം ലഭിച്ചത്. ദുൽഖർ സൽമാനാണ് കിട്ടിയത്. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2023 ബെസ്റ്റ് ആക്ടർ ഇൻ നെഗറ്റീവ് റോൾ പുരസ്കാരം ലഭിച്ചത് ദുൽഖർ സൽമാൻ. ഇദ്ദേഹത്തിന്റെ നായകവേഷം അതൊരു നെഗറ്റീവ് റോൾ, ഒരു നായകവേഷമായിരുന്നു. ഏത് ചിത്രത്തില്? ചുപ് റിവെഞ്ച് ഓഫ് ദ ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ദുൽഖർ സൽമാന് പുരസ്കാരം കിട്ടിയത്. അടുത്തത്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ എന്ന കഥയ്ക്കാണ്. 2022 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം. ഇതിന്റെ രചയിതാവ് ആരാണ്? EN ഷീജയാണ് രചയിതാവ്. ഓർക്കുക, അമ്മ മണമുള്ള കനിവുകൾ, രചയിതാവ് EN ഷീജ. ഇനി മന്ദഹാസം എന്ന പദ്ധതി നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് മന്ദഹാസം. ഈ പദ്ധതി തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ പുനർനാമകരണം ചെയ്തിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ ഒരു പദ്ധതി പ്രകാരം 60 വയസ്സ് തികഞ്ഞവർക്ക് കൃത്രിമ ദന്തങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ 5000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പുന്നഗൈ എന്ന പേരിൽ തമിഴ്നാട്ടിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇപ്പൊ കേരള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് നമ്മുടെ ഒരു പദ്ധതി. അവർക്കൊരു അവർ ഇൻസ്പയർഡ് ആയിട്ട് അത് എടുത്തോണ്ട് പോയതാ. അപ്പൊ മന്ദഹാസം എന്ന പദ്ധതി തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഈ ഒരു പദ്ധതി പ്രകാരം 60 വയസ്സ് തികഞ്ഞവർക്ക് 5000 രൂപ കൃത്രിമ പല്ലുകൾ വെച്ച് പിടിപ്പിക്കാൻ 5000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? പുന്നഗൈ. എവിടെയാണ് നടത്താൻ തീരുമാനിച്ചത്? തമിഴ്നാട്. ഇനി ഒരു എയർപോർട്ടിന്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. എവിടത്തെയാണ്? ഇറ്റാനഗറിലെ ഹോളാങ്കി ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പേര് മാറ്റി ധോണി പോള എയർപോർട്ട് എന്നാക്കി. അപ്പൊ ധോണി പോള എയർപോർട്ട് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട എയർപോർട്ട് ഏതാണ്? ഇറ്റാനഗറിലെ ഹോളാങ്കി ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ്. ഇറ്റാനഗറിലെ ഹോളാങ്കി ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പുതിയ പേര് എന്താ? ധോണി പോളോ എയർപോർട്ട്. ഓക്കെ, ദുൽഖർ സൽമാന് ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം അവാർഡ് കിട്ടിയത് നെഗറ്റീവ് റോളിന് ഓർക്കാം. പിന്നെ 2022 ബാലസാഹിത്യ പുരസ്കാരം അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ്. ആ കൃതിയുടെ രചയിതാവ് ആരാ? EN ഷീജയാണ്. പിന്നെ മന്ദഹാസം എന്ന പദ്ധതി തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിലാണ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. മന്ദഹാസം, ചിരിക്കുന്നത്, പല്ല്. അപ്പൊ പല്ല് വെച്ച് പിടിപ്പിക്കാൻ, കൃത്രിമ ദന്തങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ധോണി പോളോ എയർപോർട്ട് എന്നത് ഇറ്റാനഗറിലെ ഹോളാങ്കി ഗ്രീൻഫീൽഡ് എയർപോർട്ടിന്റെ പുതിയ പേരാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത പോയിന്റ് ഒരു പദ്ധതിയെ പറ്റിയാണ്. ഭാരതീയ ഗെയിംസ് എന്ന പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ 2023 മുതൽ ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ്. എന്താണ് ഈ ഭാരതീയ ഗെയിംസ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം? തദ്ദേശീയ കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ 2023 മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ ഗെയിംസ്. അപ്പൊ ഭാരതീയ, നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഗെയിംസ്, കായിക ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി 2023 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഏത്? ഭാരതീയ ഗെയിംസ്. ഇനി 2023 സൂപ്പർ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന സംസ്ഥാനം. ഇപ്പോ കളി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ സൂപ്പർ കപ്പ് ഫുട്ബോൾ 2023 കേരളത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 സൂപ്പർ കപ്പ് ഫുട്ബോൾ കേരളമാണ് വേദി. ഇനി ഒരു ആപ്പിന്റെ പേരാണ് വിദ്യാവാഹൻ.
അപ്പൊ വാഹനം, വിദ്യ, വിദ്യാഭ്യാസം അങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടും. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ, ആർക്ക് ട്രാക്ക് ചെയ്യാൻ? രക്ഷിതാക്കൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്കൂൾ ബസ്സുകൾ രക്ഷിതാക്കൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പിന്റെ പേരാണ് വിദ്യാവാഹൻ എന്നത്. അപ്പൊ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് വേണ്ടി എന്താണ് മോട്ടോർ വാഹന വകുപ്പ് MVD ഡെവലപ്പ് ചെയ്ത ആപ്പാണ് ഏത്? വിദ്യാവാഹൻ എന്നത്. വിദ്യാവാഹൻ എന്നത്. ഓക്കെ, അടുത്തൊരു സെഷൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വരാജ് ട്രോഫി 2021-22. സ്വരാജ് ട്രോഫി 2021-22 മികച്ച കോർപ്പറേഷൻ, മികച്ച പഞ്ചായത്ത്, മികച്ച ജില്ലാ പഞ്ചായത്ത്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, മികച്ച മുനിസിപ്പാലിറ്റി. അപ്പൊ ഈ 5 വിഭാഗവും നോക്കണം. അപ്പൊ മികച്ച കോർപ്പറേഷനുള്ള 2021-22 സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പൊ തന്നെ പഠിക്കാം. മികച്ച കോർപ്പറേഷൻ ഏതാണ്? 2021-22 ആണ് സ്വരാജ് ട്രോഫി തിരുവനന്തപുരം. മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ 1ാം സ്ഥാനം നേടിയത് മുളന്തുരുത്തി, 2ാം സ്ഥാനം പാപ്പിനിശ്ശേരി, 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി. മുളന്തുരുത്തി, പാപ്പിനിശ്ശേരി, മരങ്ങാട്ടുപള്ളി. മുളന്തുരുത്തി, പാപ്പിനിശ്ശേരി, മരങ്ങാട്ടുപള്ളി ഏതാണ്? പഞ്ചായത്ത്. അപ്പൊ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2021-22 1ാം സ്ഥാനം മുളന്തുരുത്തി, 2ാം സ്ഥാനം പാപ്പിനിശ്ശേരി, 3ാം സ്ഥാനം മരങ്ങാട്ടുപള്ളി. ഇനി മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം നേടിയത് കൊല്ലം ജില്ലാ പഞ്ചായത്ത്, 2ാം സ്ഥാനം നേടിയത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. ഇപ്പൊ കോർപ്പറേഷൻ തിരുവനന്തപുരം, ജില്ലാ പഞ്ചായത്ത് ആണെങ്കിലോ കൊല്ലം, 2ാം സ്ഥാനം കണ്ണൂരാണ്. 1ാം സ്ഥാനം കൊല്ലം, 2ാം സ്ഥാനം കണ്ണൂര്. ഇനി മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി 2021-22 നേടിയ 1ാം സ്ഥാനം നേടിയത് പെരുമ്പടപ്പ്, 2ാം സ്ഥാനം നേടിയത് കൊടകര, 3ാം സ്ഥാനം നേടിയത് നെടുമങ്ങാട്. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പൊ പെരുമ്പടപ്പ്, കൊടകര, നെടുമങ്ങാട്. പെരുമ്പടപ്പ്, കൊടകര, നെടുമങ്ങാട്. അപ്പൊ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച പഞ്ചായത്ത് മുളന്തുരുത്തി, പാപ്പിനിശ്ശേരി, മരങ്ങാട്ടുപള്ളി. മികച്ച ജില്ലാ പഞ്ചായത്ത് 1ാം സ്ഥാനം കൊല്ലം, 2ാം സ്ഥാനം കണ്ണൂര്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് 1ാം സ്ഥാനം പെരുമ്പടപ്പ്, 2ാം സ്ഥാനം കൊടകര, 3ാം സ്ഥാനം നെടുമങ്ങാട്. മുനിസിപ്പാലിറ്റി സ്വരാജ് ട്രോഫി 2021-22 മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള പുരസ്കാരം നേടിയ സ്വരാജ് ട്രോഫി നേടിയത് ഏതാണ്? തിരൂരങ്ങാടിയാണ്. തിരൂരങ്ങാടി, തിരൂരങ്ങാടിയാണ്. 2ാം സ്ഥാനം നേടിയത് വടക്കാഞ്ചേരിയാണ്. 3ാം സ്ഥാനം നേടിയത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി. 1ാം സ്ഥാനം തിരൂരങ്ങാടി, 2ാം സ്ഥാനം വടക്കാഞ്ചേരി, 3ാം സ്ഥാനം സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി. അപ്പൊ ഈ 5 കാറ്റഗറിയും നോക്കിയിരിക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതൊന്ന് ഓർത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.